നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല മക്കളെ, എന്റെ അടുത്തുള്ള ബിസ്ക്കറ്റ് എല്ലാം കഴിഞ്ഞു. ഹലോ ഗൈസ്, ഞാനാണ് റിഷാദ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഓടാൻ പോകാറുണ്ട്. എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു 4-5 തവണ ഓടാൻ പോകാറുണ്ട്. അപ്പൊ എന്റെ അടുത്ത് കുറെ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എടാ നീ എപ്പോഴും ഒറ്റക്കാണ് ഓടാൻ പോകാറ്, അപ്പൊ നിനക്ക് ഒറ്റക്ക് ബോറടിക്കാറില്ലേ? അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും കൂടെ ആൾക്കാരുണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ കുറെ ആൾക്കാരുണ്ട്, എടാ രാവിലെ ഓടാൻ പോകുമ്പോൾ വിളിക്കണേ എന്നൊക്കെ പറഞ്ഞു പോകും, പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. പിന്നെ ഞാൻ ആദ്യം ഓടാൻ വരുന്നത് മുതൽ ഇതുവരെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരാണ് ഇവർ. എന്താ ഡെഡിക്കേഷൻ അല്ലേ? ആദ്യമൊക്കെ എനിക്ക് ഇവർ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഓടാൻ പോകുമ്പോൾ വടിയൊക്കെ പിടിച്ചായിരുന്നു ഓടാൻ പോയിക്കൊണ്ടുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു, എടാ നീ ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല, നമ്മളുണ്ട് നിന്റെ കൂടെ എന്ന്. ഓഹോ, എന്നാ ശരി, കൂടെ കൂടിക്കോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ വലിയ ഫ്രണ്ട്സായി. പിന്നീടാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്, ഇവരെപ്പോഴും ഇവരുടെ ഭാഷയിൽ എനിക്കെന്തെങ്കിലും കഴിക്കാൻ തരുമോ, നമുക്കെന്തെങ്കിലും തരുമോ എന്നാണ് ഇവർ ചോദിച്ചോണ്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു, ഇവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഫ്രണ്ട്സ് അല്ലേ, എന്നാ ഒരു പാർലേജ് ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കാൻ. കണ്ടില്ലേ അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം. അങ്ങനെ അവർ ബിസ്ക്കറ്റും കഴിച്ച് ഞാനും ഹാപ്പിയായി, അവരും ഹാപ്പിയായി, മൊത്തത്തിൽ കളർഫുള്ളായി. എന്നാ നാളെ കാണാം മക്കളെ, ടാറ്റാ ബൈ ബൈ എന്ന് പറയുമ്പോഴാണ് ഇനിയും ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ ഇരിപ്പാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.